ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ വീടും ചുറ്റുപാടും എല്ലാം ഒന്ന് കാണാൻ പോക്കാണ്. അപ്പം നമുക്ക് നോക്കാം. വലിയ കുന്നാണ്. അത്ര വലിയതല്ല, എന്നാലും ഒരു വലിയ കുന്നല്ലേ. മഴ കുറച്ച് നിന്നിട്ടുണ്ട്, നല്ല കാറ്റാണിപ്പോൾ. നല്ല മനോഹരമായ പച്ചപ്പാണ്. കുറച്ച് അങ്ങോട്ടെത്തി വലിയ ഗ്രൗണ്ടും ഒരു നല്ല മരങ്ങളിലുള്ള സ്ഥലം ചെത്തി മാറ്റി വെറും മണ്ണാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ കരാട്ടെ ക്ലാസ്സിനൊക്കെ പോയി അന്നേരം കണ്ടതാണ്. അന്ന് ഇടയിൽ കുറച്ച് വീടെല്ലാം ഉണ്ട്. ആ കാണുന്നതാണ് എൻ്റെ വീട്. മുന്നൊന്നും കാണുന്നില്ലെങ്കിലും കുറച്ചേരം കാണുന്നില്ലേ. നല്ല വലിയ മാവേനു, ഇപ്പം ചെറുതായിപ്പോയി. അങ്ങുണ്ടൊരു മാവ്. എൻ്റെ വീട്ടിലേക്കാന്ന് തോന്നുന്നു നെയ്മർ പോകുന്നുണ്ട്. നെയ്മറേ നോക്കുന്നുണ്ട്. മരം ആയതുകൊണ്ടാണ് കാണാത്തെ. നല്ല തെളിഞ്ഞ ആകാശമാണ് ഇപ്പോൾ. നെയ്മർ അത് എന്തോ അവിടെ എനിക്ക് നോക്കുന്നുണ്ട്. നമ്മൾ തവരച്ചപ്പ് ഉണ്ടാന്ന് നോക്കാൻ വന്നയാന്ന്. നോക്കുമ്പോഴത്തേക്ക് ഒരൊറ്റ ഇതില്ല, ചെടിയോ ഇല്ല, ഒന്നുമില്ല. നെയ്മറേ വാലാട്ടുന്നുണ്ട. ഈ വീടിൻ്റെ നേരെ മുന്നിലാണ് എൻ്റെ വീട്. അതാ അങ്ങനെ നായി വരുന്നുണ്ട്. അതാ ആ കൊത്തുന്നതാണ് എൻ്റെ അച്ചാച്ചേ. അവിടുത്ത് കാണുന്നില്ല. അതാ എൻ്റെ അമ്മയാണ്. ഇതാണ് കൃഷ്ണകിരീടം. നമ്മൾ ഓണത്തിനൊക്കെ പൂടുന്ന ഇതാണ്. ഇതാണ് ചേരട്ടേൻ്റെ വേറൊരു സാധനം. നമ്മളെ ഇവിടെ നാട്ടില് മൂത്രപ്പാത്തി എന്നാണ് പറയാല്. ഇത് നല്ല മനോഹരമായ പൂമ്പാറ്റയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് പൂമ്പാറ്റയുണ്ട് ഇവിടെ. ഇങ്ങോട്ടാന്ന് തോന്നുന്നു വണ്ടി വരുന്നുണ്ട്. ഇല്ല, അവരങ്ങോട്ടേക്ക്. നമുക്കൊരു പ്രാങ്ക് കൊടുക്കലാണ്. അപ്പം നമുക്ക് ചാരമ്മക്കൊരു പ്രാങ്ക് കൊടുക്കാം. ചാരമ്മ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് പോയിട്ടാണുള്ളത്. ആ ചാരമ്മ എന്നെ കാണുന്നില്ല. അങ്ങോട്ടേക്ക് അത് നടന്നിട്ട് പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്കാണെന്ന്. അത് അത്രയും ദൂരത്തിലാണ് ഉള്ളത്. ഇതാ ഈ മഞ്ഞൾ വെള്ളം ഉണ്ടല്ല, ടാങ്ക് കലക്കിയ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചാരമ്മക്ക് കൊണ്ട് കൊടുക്കലാണ്. എന്തായാലും ഇത്രയും ദൂരം നടന്നിട്ട് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. അപ്പോൾ ഈ മഞ്ഞൾ വെള്ളമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അമ്മേ എന്നാ ഇതാണ് ടാങ്ക് അറിയില്ലേ? ടാങ്ക് ഇത് മാങ്ങേൻ്റെ ടാങ്കാണ്. മഞ്ഞ കളറിലെ മാങ്ങേൻ്റെ ടാങ്കാണ്. കുടിച്ചോ. അത് മഞ്ഞൾ വെള്ളം. മരിച്ച് പോരാ. അതിൻ്റെ അടിയിൽ അതാ മഞ്ഞളുണ്ട്. നോക്കാം.
ആണ് കുഞ്ഞമ്മേൻ്റെ പീടിയ. ഗോവിന്ദ സ്റ്റേഷനറി എന്നാണ് പേര്. കുഞ്ഞമ്മേൻ്റെ അച്ഛൻ്റെ പേരാണ്. ഇപ്പം പൂട്ടിയിട്ടാണ് ഉള്ളത്. എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പം കുറച്ച് നാളെല്ലാം കഴിഞ്ഞിട്ട് എന്തെല്ലോ നോക്കാമെന്നല്ലോ ഇതെല്ലാം പറയുന്നു. കുടുംബശ്രീ സംരംഭമാണ്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംരംഭമാണ്. തോടിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചപ്പൊട്ടിക്കുണ്ട്. അത് അപ്പോഴത്തേക്ക് അപ്പുറത്തെത്തും. ആദ്യം അത്ര എത്തലില്ലേനും ചപ്പ്. ഞാൻ ഏതൊക്കെ കണ്ടിടുന്നുണ്ട് അതിലേക്ക് ഓടിപ്പോയി. അങ്ങെത്തി കാണുന്നില്ല ഗൈസ്. അത്യാവശ്യം വലിയ ചപ്പാന്ന് ഇടുന്നത്. നമുക്ക് നോക്കാം. ഓടിക്കും. ആ പോയിട്ടുണ്ട്. വേഗത പോയി. അയ്യോ, ഇവിടെ 4 മീനുണ്ടായിരുന്നു. 4നെയും കാണുന്നില്ല ഗൈസ്. ഞാൻ ശിവവും കൂടി അന്ന് പിടിക്കാൻ വന്നിന്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അതിനെ ഒന്നിനെയും കാണുന്നില്ല. ചത്തുപോയാ മണ്ണിൻ്റെ കളറായതുകൊണ്ട് തിരിയുന്നുമില്ല. നമ്മൾ വീണ്ടും ഒന്ന് അങ്ങോട്ടെല്ലാം കാണിച്ചു തരാം. പീടികയിലേക്ക് പോക്കാണ് കുഞ്ഞമ്മക്ക് വെളിച്ചെണ്ണ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്കാണ് പീടിയ. നമുക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോവാം. എൻ്റെ അമ്മമ്മ ആണ് എൻ്റെ വീട്. ഒരുപാട് പൂക്കളും മരങ്ങളും ഒന്നും ഇല്ലെങ്കിലും കുറച്ചെല്ലുണ്ട്. ഇതാണ് മൾബറി ചെടി. ഒരുപാട് ഉണ്ടായാലുണ്ടേനും ഇപ്പോൾ ഒറ്റയില്ല. മഴക്കാലം ആയതുകൊണ്ടാന്ന് തോന്നുന്നത്. ഇതാ പഴുക്കാത്തയാണിത്. നല്ല ടേസ്റ്റ്. ഞാനിവിടെ ഉണ്ട്. ഇതെല്ലാം മൾബറി ഇതാ പച്ച പോലത്തെ കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് അധികം പഴുത്തിയൊന്നും ഇഷ്ടമല്ല. ഇതിൽ വെള്ളം ഉണ്ടാ നോക്കാലോ. അയ്യോ, ഇതിൽ വെള്ളം ഇല്ല ഗൈസ്. നല്ല ഒഴുകുന്ന കിട്ടി നല്ലോണം. ഇതിലില്ല. ഇതാ തൊട്ടാവാടിച്ചെടി. ഇതാണ് നമുക്ക് നല്ല കടുമാങ്ങ തരുന്ന മാവ് കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഉണ്ടായിട്ടില്ല. വലിയ മാവാണ്. ഇതിൻ്റെ നമ്മൾ ചൂടെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് നിന്നാൽ നല്ല കാറ്റ് കിട്ടലുണ്ട്. ഇതാണ് വില്ലേജ് ഓഫീസറെ വീടാണ്. വില്ലേജ് ഓഫീസറെ ഭാര്യ ഉണ്ട് അവിടെ നിന്നിട്ട് നോക്കുന്നു. ഇവിടെ ഇതാ മല്ലിച്ചെടി ഉണ്ട്. ചെടി ഇതാകെ ചെറിയതാണ്, വലുതൊന്നും ഉണ്ടായിട്ടില്ല. ചാരമമ്മി ഇത് ആടുന്ന് ആടിപ്പാടി വരുത്താണ്. വില്ലേജ് ഓഫീസ്. ഈ വീട്ടിലെ ആളാണിത്. ഈ വീട്ടിലെ ആളാണ് അത്. ആണ് ജനസേവന കേന്ദ്രം. ഇതാണ് നമ്മളെ പീടിയ. ഇതാണ് മുസ്തുക്കാൻ്റെ പീടിയ. മുസ്തുക്ക എടുത്തു. ഇതാണ് മുസ്തുക്ക. നോക്ക്. ഞാൻ എപ്പം കൂടുതലും വരുന്നത് ഇവിടെ തന്നെയാണ്.
ഒന്നായിരിക്കൂലേ? ഈ സാധനം ഞാൻ എപ്പോൾ വാങ്ങുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. അരപ്പാക്ക് വെളിച്ചെണ്ണ. മോനാട്ടൻ്റെ വീട് എത്തും. എത്തും ഞാൻ ഷമീൻത്താൻ്റെ തയ്യൽ കട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.